ആര് വാഴും ആര് വീഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായതിനാൽ ഫലം പ്രവചനാതീതമാണ്. UDFും LDFും ബലാഫലം നിൽക്കുന്നതിനാൽ ഇക്കുറി ജില്ലാ പഞ്ചായത്തിൽ ഏത് മുന്നണിക്കായിരിക്കും ഭൂരിപക്ഷം ലഭിക്കുകയെന്നതാണ് പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത്. Bindu Jewelry, Kasaragod. Gold, diamond, birthstone, silver. 100% BIS 916 Hallmark Gold. അഴിമതി ആരോപണങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, വികസന പ്രവർത്തന ചർച്ചകൾ തുടങ്ങി ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഉൾപ്പെടെ സംഭവബഹുലമായ പ്രചാരണമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുവാനായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മുന്നണികൾ മൂർച്ച കൂട്ടിയപ്പോൾ വീറും വാശിയും അതിന്റെ പാരമ്യതയിലെത്തി. വോട്ടുകൾ പെട്ടിയിലാക്കുവാൻ ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്തായിരുന്നു മുന്നണികൾ പ്രചാരണം നടത്തിയത്. പ്രമുഖ നേതാക്കളെയടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കാസർഗോഡ് ജില്ലയെ ആവേശ ലഹരിയിലാഴ്ത്തി. തങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വിജയം സുനിശ്ചിതമാക്കുമെന്ന പ്രതീക്ഷയാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. യുവാക്കളെയും വനിതകളെയും മുതിർന്നവരിലെ അനുഭവ സമ്പന്നരെയും ഒരുപോലെ സീറ്റ് നൽകുന്നതിൽ 3 മുന്നണികളും പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളായിരിക്കും നടക്കുക. പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതിനാൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും അട്ടിമറി വിജയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കുവാനാണ് മുന്നണികൾ പ്രധാന പോരാട്ടം നടത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയിലായിരുന്നു LDF ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ഇത്തവണ ഡിവിഷനുകൾ 17-ൽ നിന്നും 18 ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഓരോ മുന്നണികളും കൂട്ടിയും കിഴിച്ചും വിജയസാധ്യത ഉറപ്പിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ വർക്കാടി, പുത്തികെ, പിലിക്കോട്, ചെറുവത്തൂർ എന്നിവയാണ് ഇത്തവണത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഡിവിഷനുകൾ. വർക്കാടിയിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ NDAക്ക് ശക്തമായ തിരിച്ചുവരവ് സാധ്യതയുണ്ടെങ്കിലും UDF തികഞ്ഞ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. പുത്തികയിലും പിലിക്കോട്ടും എന്ത് സംഭവിക്കുമെന്ന കടുത്ത ആകാംക്ഷയിലാണ് മുന്നണികൾ. 3 നഗരസഭകളിൽ എന്ത് സംഭവിക്കുമെന്നും ഏവരും ഉറ്റുനോക്കുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 10 വർഷത്തിനു ശേഷം ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. നിലവിലെ ഭരണം നിലനിർത്തുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. കാസർഗോഡ് നഗരസഭയിൽ UDF ശക്തി നിലനിർത്തുമെന്നും നീലേശ്വരം നഗരസഭയിൽ LDF ഭരണ തുടർച്ചയ്ക്കാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നു. ജില്ലയിലെ 6 ബ്ലോക്കുകളിൽ 4 LDFിന്റെയും 2 UDFിന്റെയും കൈകളിലാണ്. വോട്ടെണ്ണിക്കഴിയുമ്പോൾ ഓരോ ബ്ലോക്കുകളിലും എന്ത് സംഭവിക്കുമെന്നും ജനങ്ങൾ ഉറ്റുനോക്കുന്നു. ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ 19 LDFിനും 15 UDFിനും 3 NDAക്കുമാണുള്ളത്. മഞ്ചേശ്വരത്ത് മുന്നണികളിൽ ആർക്കും ഭൂരിപക്ഷമില്ല. പല പഞ്ചായത്തുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായതിനാൽ ഫലം പ്രവചനാതീതമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.